നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ UDFിലെയും കോൺഗ്രസിലെയും അടി നമ്മൾ കണ്ടതാണ്. അടിയെന്ന് വെച്ചാൽ പൊരിഞ്ഞ അടിയായിരുന്നു. കെ സുധാകരനൊക്കെ ഡൽഹിയിൽ പോയി കിടന്ന് കരയുന്നതും പാർട്ടിക്കെതിരെ പറയുന്നതുമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണല്ലോ. ഒടുക്കം എല്ലാവരെയും ഒന്ന് മയപ്പെടുത്തി തട്ടിക്കൂട്ടി ഒരു പട്ടിക തയ്യാറാക്കി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. വോട്ടെടുപ്പും കഴിഞ്ഞു. ഇപ്പോൾ വകുപ്പ് വീതം വയ്ക്കുന്നതിനെ കുറിച്ചുള്ള അടിയാണ് തുടങ്ങിയിരിക്കുന്നത്. അതായത് റിസൾട്ട് പോലും വന്നിട്ടില്ല, അതിനു മുൻപ് മുഖ്യമന്ത്രി കസേരയാർക്ക് തുടങ്ങിയ ചർച്ചകളാണ് തുടങ്ങിയിരിക്കുന്നത്. ഓരോ വഴിക്കൂടെ ഓരോരുത്തർ കൈ ഉയർത്തി തുടങ്ങിയിട്ടുമുണ്ട്. ഞങ്ങൾക്ക് ഈ വകുപ്പ് വേണം, ആ വകുപ്പ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതാണ് ഇവരുടെ അവസ്ഥ. റിസൾട്ട് വന്നിട്ടില്ല. ഏകദേശം ഒരു ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസും UDFും ലീഗും ഒക്കെ. ഞങ്ങൾക്ക് തന്നെ അധികാരം കിട്ടും എന്നുള്ള ആത്മവിശ്വാസം. എന്നാൽ റിസൾട്ട് ഒന്ന് വരുന്നത് വരെയുള്ള ഒരു സമാധാനമെങ്കിലും ഇവർ കാണിക്കണ്ടേ? അതിനു മുൻപ് തന്നെ പൊരിഞ്ഞ അടി തുടങ്ങിയിരിക്കുകയാണ്. ഉപമുഖ്യമന്ത്രി കസേരയ്ക്ക് വരെ ഇപ്പോൾ ചോദ്യം ഉയർന്നിരിക്കുകയാണ്. ലീഗുകാർ രംഗത്തേക്ക് വന്നിരിക്കുകയായിരുന്നു. ഇതുവരെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്ന സമയത്തൊക്കെ UDFിൽ അടി നടക്കുമ്പോഴും ലീഗ് ഒരു വശത്ത് മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞതോടെ അധികാരം തങ്ങൾക്ക് എന്ന് ഉറപ്പിച്ച ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ് അവർ. ഈ ഒരു ഘട്ടത്തിലാണ് ഓരോ വഴിക്കൂടെ ലീഗ് ഓരോ വകുപ്പ് ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ്. UDF അധികാരത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനായി ലീഗ് അവകാശവാദം ഉന്നയിക്കുമോ എന്ന ചോദ്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ. ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് അർഹതയുണ്ടെന്നും ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നില്ല എന്നുമായിരുന്നു പ്രതികരണം. ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് അർഹതയുള്ളത് തന്നെയാണ്. CH മുഹമ്മദ് കോയയും ഔഖാദർ കുട്ടി നാഹയും ഉപമുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നില്ല. എന്നാൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ സ്ഥാനം ആവശ്യപ്പെടുമോ എന്ന് പറയാനാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ലീഗ് സ്ഥാനാർത്ഥികൾ മതം പറഞ്ഞ് വോട്ട് പിടിച്ചെന്ന ആരോപണം പരിശോധിക്കുമെന്നും മുനവർ അലി തങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞു. ലീഗിന്റെ സ്ഥാനാർത്ഥികൾ മതം പറഞ്ഞ് വോട്ട് പിടിച്ചിട്ടില്ല എന്നാണ് കരുതുന്നത്. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നില്ലെന്നും എല്ലാ വോട്ടുകളും UDFന് ലഭ്യമായിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസിനെ റിമോട്ട് കൺട്രോൾ വഴി നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗ് ആണെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. ഭരണം കിട്ടിയാൽ ഉപമുഖ്യമന്ത്രി പദവും 6 മന്ത്രിസ്ഥാനവും ലീഗിന് നൽകാൻ ഡീൽ ഉണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട എന്നും ഘടകകക്ഷികളുടെ കാര്യം നോക്കാൻ കോൺഗ്രസിന് അറിയാമെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. രാജീവ് ചന്ദ്രശേഖർ സ്വന്തം പാർട്ടിയിലെ കാര്യം നോക്കട്ടെ, ഇങ്ങോട്ട് രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരണ്ട. ഘടകകക്ഷികളുടെ കാര്യം നോക്കാൻ കോൺഗ്രസിന് അറിയാം, ഒരുത്തന്റെയും സഹായം വേണ്ട. എന്താണ് രാജീവ് ചന്ദ്രശേഖറിന്റെ രാഷ്ട്രീയ പാരമ്പര്യമെന്ന് ചോദിച്ച അദ്ദേഹം കേരളത്തിലേക്ക് നൂലിൽ കെട്ടിയിറക്കിയതല്ലേ എന്നും പരിഹസിച്ചു. UDF അധികാരത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം അങ്ങോട്ട് ആവശ്യപ്പെടില്ലെന്നും ലീഗ് മുന്നണിയെ പ്രതിസന്ധിയിലാക്കില്ല എന്നും PK കുഞ്ഞാലിക്കുട്ടിയും ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് പ്രശ്നങ്ങളില്ലാതെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നും കോൺഗ്രസിന് എല്ലാ പിന്തുണയും ലീഗ് നൽകിയെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100ന് മുകളിൽ സീറ്റ് നേടി UDF അധികാരത്തിൽ വരും. കണക്ക് കൂട്ടി തന്നെയാണ് UDFന്റെ വിശ്വാസം. കോൺഗ്രസിന് എല്ലാ പിന്തുണയും ലീഗ് നൽകിയിട്ടുണ്ട്. UDF അധികാരത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് അങ്ങോട്ട് ആവശ്യപ്പെടാനൊന്നും നിൽക്കില്ല. ഒരിക്കലും അങ്ങനെ മുന്നണിയെ പ്രതിസന്ധിയിലാക്കുക, അങ്ങനെ ഒരു ലക്ഷ്യവും ഞങ്ങൾക്കില്ല എന്നും പ്രശ്നങ്ങളില്ലാതെ തന്നെ എല്ലാം പരിഹരിക്കപ്പെടും എന്നാണ് കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോഴും പക്ഷേ ഞങ്ങൾ സ്ഥാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങോട്ട് ആവശ്യപ്പെടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കണ്ടറിഞ്ഞ് അത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തരണമെന്ന്. ഇവിടെയാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മൾ ഇവിടെ കേരളത്തിൽ ഉയർന്ന ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നല്ലോ. UDF അധികാരത്തിൽ വന്നാൽ ഭരിക്കാൻ പോകുന്നത് ജമാഅത്താണെന്നും ആഭ്യന്തരം കൈയാളുന്നത് ജമാഅത്തിന്റെ കൈകളിലായിരിക്കും എന്നൊക്കെയുള്ള ഒരുപാട് വിവാദങ്ങളൊക്കെ കേട്ടിരുന്നല്ലോ. അതിനെ ഒന്നും തള്ളിപ്പറയാൻ ആ ഘട്ടങ്ങളിലൊന്നും, അതായത് പച്ചയ്ക്ക് വർഗീയത പലയിടത്ത് ഉയർന്നു കേട്ടപ്പോഴും അതിനെ ഒന്നും തള്ളിപ്പറയാൻ ഈ പറയുന്ന UDFോ പ്രതിപക്ഷ നേതാവോ KPCC പ്രസിഡന്റോ ആരും തന്നെ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഓരോരുത്തരായി തലപൊക്കി വകുപ്പുകൾ ചോദിച്ചു തുടങ്ങുമ്പോൾ UDFന് അടിപതറുന്നുണ്ട്. തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നോ എന്നുള്ള ഭയമാണ് അവരെ വേട്ടയാടുന്നത്. കാരണം അധികാരം മുഴുവൻ തങ്ങളുടെ കൈകളിൽ നിന്ന് പോകുമോ, വകുപ്പുകൾ മുഴുവൻ ലീഗ് കൊണ്ടുപോകുമോ എന്നുള്ള വേവലാതി. എല്ലാ കാലത്തും ഇങ്ങനെ ലീഗിന് അടിമപ്പെട്ടു പോകുന്നതാണ് UDFന്റെ ഒരു ഗതികേട്. പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല.
മതേതരത്വം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നൊക്കെ വാദിക്കുന്ന കോൺഗ്രസിനും UDF-നും ലീഗിനെ പക്ഷേ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവരെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല. മതമാണ് പ്രശ്നം, മതത്തിനു വേണ്ടിയാണ് വോട്ട് പിടിക്കേണ്ടത് എന്ന KM ഷാജിയുടെ വാക്കുകൾ പച്ചവർഗീയത ഇവിടെ നമ്മൾ കേട്ടതാണ്. ആ ഷാജിയെ പോലും നിലയ്ക്ക് നിർത്താൻ, മാറി നിൽക്ക്, ഇത്തരം വർത്തമാനങ്ങൾ ഇവിടെ വേണ്ട എന്ന് പറയാൻ നട്ടല്ലുണ്ട് എന്ന് കോൺഗ്രസ്സുകാർ പോലും തള്ളിമറിക്കുന്ന ഈ സതീശനെ കൊണ്ടുപോലും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അധികാരം കിട്ടുന്നതിന് മുൻപ് തന്നെ, അതായത് ജയം ഉറപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഉപമുഖ്യമന്ത്രി കസേര ഉൾപ്പെടെ ചൂണ്ടിയിരിക്കുകയാണ് ലീഗ്. ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടില്ല, പക്ഷേ നിങ്ങൾ തരണം എന്നാണ് അതിൻ്റെ ആ ഒരു വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. അലാവുദ്ദീന്റെ അത്ഭുത വിളക്കല്ലല്ലോ, പണത്തിന് പണം തന്നെ വേണ്ടേ? ഇടതുപക്ഷത്തിന് പറ്റിയ തെറ്റ് അതാണ്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തുള്ള രീതിയിലേക്ക് തിരിച്ചു പോകണമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും കുഞ്ഞാലിക്കുട്ടിയുടെ വായിൽ നിന്നും വർഗീയതയ്ക്കെതിരായിട്ട് ഒരു ഉറച്ച ശബ്ദം വരുന്നില്ല. കാരണം കൂട്ടത്തിലുള്ള ലീഗിലെ പല നേതാക്കളും പച്ചയ്ക്ക് വർഗീയത പറഞ്ഞപ്പോഴും, ഇപ്പോൾ സീറ്റിന്റെ കാര്യത്തിൽ പോലും, അതായത് വകുപ്പിന്റെ കാര്യത്തിൽ പോലും ചർച്ചകൾ നടക്കുമ്പോഴും അതിനെ ഈ ഘട്ടത്തിലെങ്കിലും തള്ളിക്കളയാൻ PK കുഞ്ഞാലിക്കുട്ടി തയ്യാറാകണമായിരുന്നു. എന്നാൽ അതിന് തയ്യാറാകാതെ ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടില്ല എന്നുള്ള നിലപാട് തന്നെയല്ലേ PK കുഞ്ഞാലിക്കുട്ടിയും സ്വീകരിച്ചിരിക്കുന്നത്. ഇതാണ് UDF-നെ ലീഗ് വിഴുങ്ങും എന്ന് ഇതിനു മുൻപ് നമ്മൾ ഇവിടെ ഉയർന്നു കേട്ട ആ ഒരു കാര്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ലീഗിന് അടിമപ്പെടാതെ UDF-ന് മറ്റു വഴികളില്ല. കാരണം അങ്ങ് വടക്കോട്ട് അധികാരം പിടിക്കണമെങ്കിൽ, സീറ്റ് കിട്ടണമെങ്കിൽ ലീഗിന് മുന്നിൽ ഓച്ചാനിച്ച് നിന്നേ UDF-ന് കഴിയുകയുള്ളൂ. അത് അവരുടെ ഗതികേടാണ്. ഇനി അങ്ങോട്ട് ലീഗ് തന്നെയായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളതും ഏകദേശം ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുകയാണ്. പക്ഷേ UDF-കാർ തള്ളിമറിക്കുന്നത് എന്തായിരുന്നു? ഇവിടെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പ്രശ്നവുമില്ലാതെ മുഖ്യമന്ത്രിയെയും മറ്റ് വകുപ്പ് മന്ത്രിമാരെയും ഒക്കെ തീരുമാനിക്കുമെന്നാണ്. UDF-ന് ഭൂരിപക്ഷം ലഭിച്ച് അടുത്ത 5 മിനിറ്റിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നാണ് KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് ഇന്ന് പ്രതികരിച്ചത്. അരമണിക്കൂർ ചർച്ച ചെയ്യാനുള്ള അവസരം പോലും മാധ്യമങ്ങൾക്ക് നൽകില്ല എന്നും PC വിഷ്ണുനാഥ് പറഞ്ഞത്. ഉയർന്ന പോളിംഗ് SIR കാരണമല്ല, സർക്കാർ മാറണമെന്ന് തീരുമാനിച്ച ജനങ്ങളുടെ വിധിയെഴുത്താണെന്നും PC വിഷ്ണുനാഥ് പ്രതികരിച്ചപ്പോൾ പറഞ്ഞു. UDF-ന് ഭൂരിപക്ഷം ലഭിച്ച് ഉടൻ തന്നെ ഞങ്ങൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിരിക്കും. അങ്ങനെ ഒരു കാത്തിരിപ്പും വേണ്ടിവരില്ല, ഒരു തർക്കങ്ങളും ഞങ്ങൾക്കിടയിൽ ഉണ്ടാകില്ല എന്ന് PC വിഷ്ണുനാഥ് പറഞ്ഞ് നാവ് വായിലേക്കിട്ടില്ല. അടുത്ത സെക്കൻഡിൽ ലീഗിൽ നിന്ന് വന്നിരിക്കുന്നത് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് ഞങ്ങൾക്ക് അർഹതയുണ്ട് എന്നാണ്. അപ്പോൾ 5 മിനിറ്റ് അല്ല, നിങ്ങൾക്ക് 5 മണിക്കൂറും 5 ദിവസവും 5 ആഴ്ചയും 5 മാസവും കഴിഞ്ഞാലും, അതോ ഇനി 5 വർഷവും കഴിഞ്ഞാലും ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 4 ജില്ലകൾ UDF തൂത്തുവാരുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. എറണാകുളം, മലപ്പുറം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ് UDF-ന് അനുകൂലമായി ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. 4 ജില്ലയിൽ നിന്നും ആകെ 40 സീറ്റാണ്. UDF 100-ലേറെ സീറ്റ് നേടുമെന്ന് ആത്മവിശ്വാസമുണ്ട്. ആ അവകാശവാദത്തിന് രാഷ്ട്രീയമായ അടിത്തറയുണ്ട്. അതല്ലാതെ കൊട്ടക്കണക്കിന് പറയുന്നതല്ലെന്ന് VD സതീശൻ വിശദീകരിച്ചു. 2001-ൽ UDF-ന് 100 സീറ്റ് ലഭിച്ചതാണ്. എന്നാൽ 2005 മുതൽ ഒരുപാട് വിഭാഗങ്ങൾ UDF-നെ വിട്ടുപോയി. അതിൽ 95% പേരെയും തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. അതിനുള്ള നിശബ്ദമായ പ്രവർത്തനം നടത്തി. എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടായ അത്യപൂർവമായ വിജയം UDF-ന് നേടാനായി. മോദി വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യത നിലനിൽക്കുന്നതിനിടെയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം നേടിയത്. UDF ചിട്ടയായ പ്രൊഫഷണലായ പ്രവർത്തനമാണ് നടത്തിയത്. അതിന്റെ തുടർച്ചയാണ് ഈ വിജയങ്ങൾ. ഇത് മുന്നണിയുടെ രാഷ്ട്രീയമായ വിലയിരുത്തലാണ്. ഇതിന്റെ തുടർച്ചയായി നിയമസഭയിലേക്കും മികച്ച വിജയം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. രാഷ്ട്രീയ വനവാസം സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ അവിടെ തന്നെ നിൽക്കുകയല്ലേ? മാധ്യമങ്ങളുടെ ലൈബ്രറിയിൽ ഇതുണ്ടല്ലോ എന്ന് VD സതീശൻ ചോദിച്ചു. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ ഞാനത് ചെയ്തില്ലെങ്കിൽ അക്കാര്യം അന്വേഷിച്ചാൽ പോരെ? എല്ലാ ദിവസവും പറയണോ? K. സുധാകരനോട് കുത്തി ചോദിച്ചത് മാധ്യമങ്ങൾക്ക് ആവശ്യമുള്ള വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണെന്നും സതീശൻ വിമർശിച്ചു. ഇത്തവണ UDF പ്രവർത്തകർ വളരെ ആവേശത്തോടെയും ഒത്തൊരുമയോടെയുമാണ് പ്രവർത്തിച്ചത്. ഘടകകക്ഷികൾ തമ്മിലുള്ള ഭേദമില്ലാതെ ടീം UDF എന്ന നിലയിലുള്ള പ്രവർത്തനം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഭരണവിരുദ്ധ വികാരത്തിന്റെ 80% പിണറായി വിരുദ്ധ വികാരമാണ്. ആരുണ്ട് ചോദിക്കാൻ എന്ന ശൈലിയിൽ ധാർഷ്ട്യം ജനങ്ങൾക്കിടയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നും VD സതീശൻ പറഞ്ഞു.
പ്രവാസി വോട്ടർമാർക്ക് എത്താൻ സാധിച്ചില്ല. അല്ലായിരുന്നുവെങ്കിൽ ഇതിലും കൂടുതൽ പോളിംഗ് ശതമാനം കൂടിയേനെ. പോളിംഗ് ശതമാനം കൂടിയതിൽ നമ്മളും നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ 35 വർഷത്തിനിടയിൽ കണ്ട UDFന്റെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണിത്. ഇതുപോലെ ആവേശകരമായ പ്രവർത്തനം ആദ്യമായാണ് കാണുന്നത്. തുടക്കം മുതൽ തന്നെ വിജയപ്രതീക്ഷയുണ്ട്. 2005 മുതൽ നമ്മുടെ കൂടെ ഇല്ലാതിരുന്ന നിരവധി വിഭാഗങ്ങൾ UDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും സതീശൻ പറഞ്ഞു. സതീശനും കൂട്ടരും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് തന്നെ അധികാരം എന്ന്. എന്നാൽ അപ്പോഴും അധികാരം നിങ്ങൾക്ക് തന്നെയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കൂട്ടയടി തുടങ്ങും, വകുപ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ട്. ഒടുക്കം UDFന് ലീഗിന് വഴങ്ങേണ്ടി വരുന്നതും കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളി.